എൻ്റെ വാപ്പ ഈ മേശ്ശേരിയുടെ കൂടെ പോണ, വീട് കെട്ടാൻ പോണ ആളുടെ കൂടെ പോണ ആൾക്ക് എന്താ പറയുക, മെക്കാട് പണി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. എൻ്റെ വാപ്പ അങ്ങനെ പോയ ആളാണ്. പക്ഷേ ഒരു ഉസ്താദിൻ്റെ വഴുത് കേട്ടിട്ട് 6 ആമക്കളുണ്ട്, 6 എണ്ണത്തിനെയും ആലിമാക്കി, 6 മക്കളെയും ആലിമീങ്ങളാക്കിയിടും. 4 ഹാഫിളീങ്ങളും 6 ആലിമീങ്ങളെ മൊത്തവും. അയാൾക്ക് രക്ഷപ്പെടാതെ പോരെ. എന്നെ ചെറുപ്രായത്തിൽ എൻ്റെ വാപ്പ യത്തീംഖാനയെ കൊണ്ടുവിടാൻ പോയത്രേ. ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പ എന്നെ യത്തീംഖാനയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ വീടിൻ്റെ അയൽവാസിയായ മനുഷ്യൻ പറഞ്ഞു, മക്കളെ ഉണ്ടാക്കിയിട്ടാ പോരാടാ, ചെലവിന് കൊടുക്കണം. അങ്ങനൊരു വാക്ക് പറഞ്ഞു എൻ്റെ ഉപ്പാനെ നോക്കിയിട്ട്. പക്ഷെ എൻ്റെ വാപ്പ മരിച്ചിട്ട് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മക്കളെ ഉണ്ടാക്കിയിട്ടാ ഇങ്ങനെ ഉണ്ടാക്കിയിടണം. ഉപ്പാടെ മയ്യത്ത് കുളിപ്പിച്ചതും മയ്യത്ത് ചുമന്നതും മയ്യത്ത് നിസ്കരിച്ചതും കബറടക്കിയതൊക്കെ ഞങ്ങൾ 6 പേരായിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞു, ഇങ്ങനെ ഉണ്ടാക്കിയിടണം. അള്ളാഹു, എൻ്റെ ഉപ്പ ഷഅബാനിലാണ് മരിച്ചത്. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗ്ഗപൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെയും അള്ളാഹു നല്ല മക്കളാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. എന്താ പ്രതിഫലം എന്താ? എന്താ പറഞ്ഞപ്പോൾ പോയതാ, സെന്റിമെന്റ് ആയിപ്പോയി. അള്ളാഹു നമ്മുടെയൊക്കെ മരിച്ചവരുടെ ഖബർ, എന്താടോ, അവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അവരുടെ വില അറിയില്ല, മരിച്ചതിന് ശേഷമേ അവരുടെ വില. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളും മക്കളെ കുറിച്ച് പറയുക, ആ കുട്ടിയെ പോലെയാകണം, അവളെ പോലെയാകണം, അവനെ പോലെയാകണം, അങ്ങനെ ആകണം, നീ ഇങ്ങനെ നടക്കല്ലേ, അവനെ കണ്ടുപഠിക്ക് എന്ന് മാതാപിതാക്കൾ പറയുന്നു. നാട്ടിലെ കാരണവന്മാരൊരു ചെറുപ്പക്കാരനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ന ആളെ കുറിച്ച് പറയുക, നല്ലവനാ. എന്റെ പ്രിയപ്പെട്ടവരെ, പറയുന്നതിനനുസരിച്ചുകൊണ്ട് ആ പറയുന്ന ആളുടെ വലുപ്പം അനുസരിച്ച് അതിന് പവർ കൂടും. മാതാപിതാക്കൾ പറയുന്നത് പോലെയല്ല അയൽവാസികൾ പറയുന്നത് പോലെയല്ല നാട്ടിലെ കാരണവന്മാര് പറയുന്നത്, ആ കാരണവന്മാര് പറയുന്നത് പോലെയല്ല പള്ളിക്കമ്മറ്റിക്കാര് പറയുന്നത്, ആ പള്ളിക്കമ്മറ്റിക്കാര് പറയുന്നത് പോലെയല്ല പള്ളിയിലെ ഇമാമ് പറയുന്നത്. ഇമാമ് പറയുകയാ, നിങ്ങളുടെ പള്ളിയിലെ ഖതീബ് പറയുകയാണ്, ചെറുപ്പക്കാരനെ പോലെ നല്ലൊരു പയ്യനാ. ആ ഉപ്പ ഇവിടത്തെ ഒന്നിനുമില്ല, ആരുടെ ഒരു കാര്യം പറയാനും നല്ല കാര്യങ്ങൾക്കല്ലാതെ ആ ഉപ്പയുണ്ടാകില്ല, ആ പെണ്ണ് നല്ല ഒരു പെണ്ണാണ് എന്ന് പള്ളിയിലെ ഇമാമ് പറയുമ്പോൾ അതിന് വല്ലാത്ത ഒരു പവറാണ്, മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷമാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പറയുന്ന ആളുടെ വലുപ്പം കൂടെ നമ്മൾ പരിഗണിക്കും. ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നിങ്ങളെ കുറിച്ച് സ്വാഗതം പറയാൻ ആരെ കൊണ്ടും പറ്റും. നീ നല്ലവനാണെന്നും നീ മഹാനാണെന്നും ഒക്കെ പറയാൻ എല്ലാവരെ കൊണ്ടും പറ്റും. എന്റെ പ്രിയപ്പെട്ടവരെ, പറയേണ്ടവര് പറയണം, സഹോദരാ, നീ നല്ലവനാണെന്ന്, നീ മഹാനാണെന്ന്, നിനക്ക് സ്ഥാനമുണ്ടെന്ന് പറയേണ്ടവര് പറയുമ്പോൾ അതിന് വല്ലാത്ത ഒരു സന്തോഷമാണ്. അതുകൊണ്ട് ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, പുതിയ വർഷത്തിലേക്ക് കടന്നിട്ട് 2ാമത്തെ രാത്രിയാണ്. ഈ പുണ്യമായ മജ്ലിസുൻ നൂറിന്റെ വാർഷികമാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളിൽ ചിലരെ കുറിച്ച് പറയുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളിൽ ചിലരെ കുറിച്ച് വാഴ്ത്തുകയാണ്, പുകഴ്ത്തുകയാണ്. ആരാണ് നിങ്ങളെ വാഴ്ത്തി പറയുന്നത്? ആരാണ് നിങ്ങളെ പുകഴ്ത്തി പറയുന്നത്? മാതാപിതാക്കളല്ല, പഠിപ്പിച്ച അധ്യാപകന്മാരല്ല, കൂടപ്പറപ്പുകളല്ല, കുടുംബക്കാരല്ല, നാട്ടുകാരല്ല, അയൽവാസികളല്ല, കമ്മറ്റിക്കാരല്ല, നിങ്ങളുടെ പള്ളിയിലെ ഇമാമല്ല. പിന്നെ ആരാ പറയുന്നതെന്നറിയുമോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, നിന്നെയും എന്നെയും പടച്ച അല്ലാഹു വാഴ്ത്തുകയാണ്, അല്ലാഹു പുകഴ്ത്തുകയാണ്, അല്ലാഹു നിങ്ങളെ കുറിച്ച് വാഴ്ത്തി പറയുകയാണ്, അല്ലാഹു നിങ്ങളെ കുറിച്ച് പുകഴ്ത്തി പറയുകയാണ്. എവിടെയാണ് പറഞ്ഞതെന്നറിയുമോ? എന്ന് പറയുന്ന മജ്ലിസിലല്ല, നാട്ടുകാരുടെ മുമ്പിലല്ല. പിന്നെ എവിടെയാണ് അല്ലാഹു നിങ്ങളെ കുറിച്ച് പറയുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന പടച്ച റബ്ബിന്റെ കലാമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിലിരിക്കുന്ന ചിലരെ കുറിച്ച് പറയുകയാ. അല്ലാഹു പറയുകയാണ്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വഅഖ്ബതൂ ഇലാ റബ്ബിഹിം ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ.
അല്ലാഹു വിശുദ്ധമായ ഖുർആനിനകത്ത് പറയുകയാണ്, ഈ സദസ്സിലിരിക്കുന്ന ചില ഉപ്പമാരെ കുറിച്ച്, ചില ചെറുപ്പക്കാരെ കുറിച്ച്, ഉമ്മമാരെ, പെണ്ണുമാരെ, നിങ്ങളിൽ ചിലരെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ സ്വർഗ്ഗത്തിന്റെ അവകാശികളാ, നിങ്ങൾ സ്വർഗ്ഗത്തിന്റെ അവകാശികളാ. നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ടെന്ന് മാത്രമല്ല പറഞ്ഞത്, ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. അവര് കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശികളാ. ആരെ കുറിച്ചാ പറഞ്ഞതെന്നറിയുമോ? ബഅദിന്റെ മജ്‌ലിസിലിരിക്കുന്ന ചിലരെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ്, നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ്. നിന്നെ അല്ലാഹു വാഴ്ത്തുകയാണ്, നിന്നെ അല്ലാഹു പുകഴ്ത്തുകയാണ്. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് ഈ സദസ്സിലിരിക്കുന്ന ചിലരെ പറയുകയാ, നീ സ്വർഗ്ഗത്തിലാ, നീ സ്വർഗ്ഗത്തിലാ. അന്ന് സന്തോഷ വാർത്ത പറയുകയാണ്. ആരെ കുറിച്ചാ പറയുന്നതെന്നറിയുമോ? ആരെ കുറിച്ചാ പറയുന്നതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ആ പറയുന്നവർ ആരാണെന്ന് തിരിച്ചറിയാനുള്ള വഴിയെന്താ? അല്ലാഹു കാലാകാലം സ്വർഗ്ഗത്തിന്റെ അവകാശികളാണെന്ന് ഖുർആനിലൂടെ ഭൂമിയിൽ വെച്ച് തന്നെ അല്ലാഹു പറഞ്ഞു തരുന്ന ആ വിവിഐപികൾ ആരെന്നറിയുമോ? അവരെ തിരിച്ചറിയാനുള്ള അടയാളം എന്താണ്? അവരെ തിരിച്ചറിയാനുള്ള വഴി എന്താണ്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. ഈ സദസ്സിലിരിക്കുന്ന ചില ആൾക്കാരെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാരും ഉണ്ടെന്ന് ഞാൻ പറയില്ല. നമ്മളിൽ ചിലരെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറയുന്നു, നിങ്ങൾ സ്വർഗ്ഗത്തിന്റെ അവകാശികളാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ അല്ലാഹു ഖുർആനിലൂടെ സ്വർഗ്ഗത്തിന്റെ അവകാശികളാണ് എന്ന് സന്തോഷ വാർത്ത പറഞ്ഞ വബശ്ശിരിൽ മുഖ്ബിതീൻ, ആ മുഖ്ബിതീങ്ങൾ ആരാണ്? അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാരും പറയും ഞാനാ ഞാനാ ഞാനാ, എല്ലാരും പറയുന്നത് ഞാനാ ഞാൻ. ഇപ്പൊ ഇരിക്കുന്ന ആരോട് ചോദിച്ചാലും പറയും ഞാനാ ഉസ്താദ്. ഈ വഅദ് പറയണ ഞാൻ പറയും ഞാനാണെന്ന്. എങ്കിൽ യഥാർത്ഥത്തിൽ അവരാരാ? അവർക്ക് 3 അടയാളം ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വർഗ്ഗത്തിന്റെ അവകാശികൾ ആരാ? അവരെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന അടയാളം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ചില അടയാളങ്ങൾ പറയുകയാ. അല്ലാഹു ചില അടയാളങ്ങൾ പറയുകയാ. ഈ പറയുന്ന അടയാളങ്ങൾ, ഈ പറയുന്ന സ്വഭാവം നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞ ഭാഗ്യവാൻ നമ്മളാ. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ തുടങ്ങല്ലേ? എല്ലാരും ചിന്തിക്കുക, ഞാൻ എന്റെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ കാര്യം. അവനവന്റെ കാര്യം അവനവൻ നോക്കണം. ഞാൻ വഅദ് പറയുന്നത് നിങ്ങൾ ആരെയും നന്നാക്കാനല്ല. ഞാൻ എല്ലാം പറയും, കള്ളുകുടിയും പെണ്ണുകുടിയും എല്ലാം പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാള് മാത്രം നല്ല ആള്, ഞങ്ങൾ മാത്രം മോശം. അങ്ങനല്ല. ഞാൻ വഅദ് പറയുന്നത് നിങ്ങൾ ആരെയും നന്നാക്കാനല്ല, എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അല്ലാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാര് ഒരു ആമീൻ പറയടോ. 40 പേരിൽ കൂടുതലുണ്ട്. ആരുടെ ആമീന അല്ല കേൾക്കണേന്ന് അറിയത്തില്ല. അല്ലാഹു എന്നെ ഒന്ന് നന്നാക്കുമാറാകട്ടെ. അല്ലാഹു നിങ്ങളെയും നന്നാക്കുമാറാകട്ടെ. അല്ലാതെ എൻ്റെ പ്രസംഗം കൊള്ളാവോ കൊള്ളത്തില്ല അതൊന്നും ആരും നോക്കണ്ട. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നല്ലതുണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ നിലനിർത്ത്, ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വയലുകൾക്ക് കുറവൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ എൻ്റെ തോളിൽ കിടക്കുന്ന ഈ ഷാള് ഞാൻ കഴുകിയാൽ ആദ്യം വെളുക്കുന്നത് ഷാളല്ല, കഴുകുന്നവൻ്റെ കയ്യാ. കഴുകുന്നവൻ്റെ കൈ വെറുത്തിട്ട് ഷാള് വെളുക്കത്തുള്ളൂ. അപ്പൊ വയല് പറയുന്നത് എൻ്റെ ഹൃദയം വെളുപ്പിക്കാനാ. അള്ളാഹു വെളുപ്പിച്ച് തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് തുടങ്ങല്ലേ? നീയാ എന്നെ വയലിനെ വിളിച്ചോണ്ട് വന്നു, എന്നിട്ട് നീ അക്കരെ പോയി നിൽക്കുന്നല്ലോടാ. കരയ്ക്ക് കയറിയില്ലടാ. എത്ര മണി വരെ? അപ്പൊ 11 മണി വരെ അല്ലേ? 11 മണി വരെ ഇരിക്കൂലേ? 9:40 ഇൻഷാ അല്ലാഹ്. ഇനി 1.25 മണിക്കൂറുണ്ട്. മാക്സിമം ഒരു പരിധിയുണ്ട്. 11 മണിക്ക് നമ്മൾ പിരിയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, സ്വർഗ്ഗത്തിന്റെ അവകാശികളുടെ അടയാളം എന്താ?
അള്ളാഹു വിശുദ്ധമായ ഖുർആനിലൂടെ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞ മനുഷ്യന്റെ അടിമയുടെ അടയാളം എന്തെന്നറിയുമോ? അവനുള്ള ഗുണങ്ങൾ എന്താണ്? അവനുള്ള സ്വഭാവം എന്താണ്? ഈ പറയുന്ന സ്വഭാവം ഈ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ തടമ്പുള്ള താടിയുള്ള നിസ്കരിക്കുന്ന മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്ന ഉപ്പാ, ഈ പറയുന്ന സ്വഭാവം നിനക്കുണ്ടോ വാപ്പാ? ഈ പറയുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ പെങ്ങളെ? ഉണ്ടെങ്കിൽ ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. കാലാകാലം അവർ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹു തന്നെ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലദീന ഇദാ അല്ലാഹു പറയുകയാണ്, ഒന്നാമത്തെ അടയാളം ഈ സ്വഭാവം നിങ്ങൾക്കുണ്ടോ? അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ ഒരു സത്യവിശ്വാസിയായ ഒരു മനുഷ്യനുണ്ടല്ലോ, അവന്റെ മുമ്പിൽ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ പേര് അവന്റെ മുമ്പിൽ പറഞ്ഞ പടച്ചവനെ വജിലത്തു ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ പിടയ്ക്കുകയാണ്. അല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോഴേ അവന് ഭയക്കുകയാണ്, അവന്റെ ഹൃദയം വിറയ്ക്കുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, കൺതടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. പടച്ചവനെ അവൻ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് അവന് തൗബ ചെയ്തു മടങ്ങുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുമ്പിൽ ഒരു വട്ടമല്ല ഒരു കോടി പ്രാവശ്യം അല്ലാ 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 എന്ന് പറഞ്ഞാൽ ആർക്കടോ പേടിയുള്ളത്? നമ്മളിൽ ആരുടെ ഹൃദയമാണ് വിറയ്ക്കുന്നത്? ആരുടെ കണ്ടടങ്ങളാണ് നിറയുന്നത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു സത്യവിശ്വാസിയുടെ അടയാളം പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഒരു സത്യവിശ്വാസിയായ മനുഷ്യനുണ്ടല്ലോ, അവന്റെ മുമ്പിൽ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, വജിലത്തു ഖുലൂബുഹും, അവന്റെ ഹൃദയം പിടയ്ക്കുകയാണ്, അവന്റെ കണ്ടടങ്ങൾ നിറയുകയാണ്. ജീവിതത്തിൽ വന്നുപോയി അപരാധങ്ങളെ കുറിച്ച് അവൻ ഓർമ്മ വരികയാണ്. അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ സർവ്വതം പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങുമെന്ന് ഖുർആൻ പറയുമ്പോ, അങ്ങനെ ഒരു സ്വഭാവമുള്ളതാർക്കാണോ? മരണത്തെ കുറിച്ച് പറഞ്ഞാൽ, ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ, നരകത്തെ കുറിച്ച് പറഞ്ഞാൽ, ഹിസാബിനെ കുറിച്ച് പറഞ്ഞാൽ, പടച്ചവനെ സുറാത്തിനെ കുറിച്ച് പറഞ്ഞാൽ ആർക്കാ പേടിയുള്ളത്? ആർക്കാ ചിന്തയുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഖബർ കാണുന്നവരാണ്. പടച്ചവനെ ഖബറുകൾ കാണുന്നവരാണല്ലോ, സിയാറത്തിന് പോകുന്നവരാണല്ലോ. ഏതോ പള്ളിപ്പറമ്പിൽ ഖബർ കുടിക്കുന്നവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുണ്ടുമടക്കി കൊത്തി വീടിയും വലിച്ചുകൊണ്ടോ തമാശ പറഞ്ഞുകൊണ്ടോ അവന് ഖബർ കുടിക്കുകയാണ്. ആ ഖബർ കുടിക്കുന്നവനും പേടിയില്ലടോ, മണ്ണുവാരി വെക്കുന്നവനും പേടിയില്ലടോ, പലക നിരത്തുന്നവനും പേടിയില്ലടോ, മണ്ണുവട്ടിയിടുന്നവനും പേടിയില്ലടോ, ആ ഖബറിന്റെ ചാരത്ത് പോകുന്നവനും പേടിയില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ സ്വഹാബത്തിന്റെ കൂടെ നടന്നു വരികയാണ്. നബി തങ്ങൾ നടന്നു വരുമ്പോ അതാ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, സ്വഹാബ എന്തേ അവിടെ ആള് കൂടി നിൽക്കുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഖബർ കുഴിക്കുകയാണ് നബിയേ, ഖബർ കുഴിക്കുകയാണ് നബിയേ, ഖബർ കുഴിക്കുകയാണ് എന്ന് നബി തങ്ങളോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഓടുകയാണ്. കുടിച്ചുകൊണ്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്തേക്ക് നബി തങ്ങൾ ഓടുകയാണ്.
എല്ലാവരും മാറി നിന്നു. നബി തങ്ങൾ ആ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. ആ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്തിരുന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ കരയുകയാണ്. താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. ആരാടോ കരയുന്നത്? ആരാടോ കരയുന്നത്? ഖബർ കണ്ടാ കരയണമെന്നല്ലേ? ഖബറിനെ കുറിച്ച് പറഞ്ഞാ പേടിക്കണമെന്നല്ലേ? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചോ നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണേ. ഖബർ കണ്ടാ കരയണേ, ഖബർ കണ്ടാ കരയണേ. ആരാടോ കരയുന്നത്? ആരാണ് കരയുന്നത്? ഖബർ വെട്ടുന്നവൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കരഞ്ഞിട്ടുണ്ടോ സഹോദരാ? അവനും തമാശയാണ്. അവനും അവിടെ നിന്ന് ഔറത്ത് പോലും തുറന്നിട്ട് കൊണ്ടാ ഖബർ വെട്ടുന്നത്. ആ ചിന്തയില്ലടോ, ഒരാൾക്കും ആ ചിന്തയില്ലടോ. എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ ഖബർ കാണിച്ചു കൊടുക്കുകയാണ്. തന്റെ കൂടെ നിൽക്കുന്നവരോട് പറയുകയാ, യാ സ്വഹാബാ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സഹാബാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, പടച്ചവനെ, നമ്മളിൽ ആർക്കെങ്കിലും ആ ചിന്തയുണ്ടോ? എന്തുകൊണ്ടാണ് ആ ചിന്തയില്ലാത്തത്? നമ്മുടെ തമാശയാടോ? നമുക്ക് കളിയാടോ? നമുക്ക് നിസാരമാടോ? വല്ലവന്റെ ഖബറിന്റെ മുകളിൽ നട്ടുവെച്ചിരിക്കുന്ന ചെടിയിൽ നിന്ന് ഇല പറിച്ച് കളിക്കുന്നവരാ. മോനെ, എന്തുകൊണ്ടാണ് നീ കരയാത്തതെന്നറിയുവോ? നിനക്കറിയാഞ്ഞിട്ടാ. ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ നിനക്കറിയാഞ്ഞിട്ടാണ്. ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അഖില അഖില വലാ സരിബ സുർബാ ഇല്ലാ വഹുവ യബ്ഖീ വയദ്രിബു അലാ സദ്രി. ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാനും നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ, ഖബറിനകത്ത് കിടക്കുന്ന വാപ്പയുണ്ടല്ലോ, ഉമ്മയുണ്ടല്ലോ, കൂടപ്പിറപ്പുണ്ടല്ലോ, കുടുംബക്കാരുണ്ടല്ലോ, അവരുടെ അവസ്ഥ എങ്ങാനും നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ, രസിക്കുന്നത് പോയിട്ട്, സുഖിക്കുന്നത് പോയിട്ട്, ആസ്വദിക്കുന്നത് പോയിട്ട്, നബി തങ്ങൾ പറയുകയാ, കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു, കുടിക്കാൻ വെള്ളം എടുത്തു വെച്ചു. വയദ്രിബു അലാ സദ്രി, നെഞ്ചത്തടിച്ചിട്ട് വിളിച്ചു കൂവുമടാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, കരയാതെ നിനക്കത് കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ, നരകത്തെ കുറിച്ച് പറഞ്ഞാൽ ഇതൊന്നും ഇഷ്ടമല്ലടോ. അതെ, ഇതൊന്നുമല്ലാതെ വേറൊരു വിഷയവുമില്ല. എവിടെ പോയാലും മരണവും ഖബറും നരകവും അസറയുമല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവർ, ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാ എന്ന് പറഞ്ഞാൽ, അല്ലാ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് പടച്ചവനെ എന്തെങ്കിലും ഒരു ചാഞ്ചാട്ടമുണ്ടോ? അല്ലാഹുവേ, ഉലൈക അസ്ഹാബുൽ ജന്ന, നിങ്ങൾ സഹായിക്കരുത്. അതുപോലെ ശരീരത്ത് തൊടുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണം, അതിമനോഹരമായ സുന്ദരിയാണ്, ആ കെട്ടിപ്പിടിക്ക്. കാരണം 7 വെള്ളത്തിൽ കഴുകിയാൽ അത് വൃത്തിയാകുമല്ലോ. ഈ പാപം നീ എവിടെ കൊണ്ട് കഴുകിക്കളയും ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാ, നിനക്കതിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്, നിനക്കതിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ആ ഉമർ തങ്ങൾക്ക് ഒരു ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമാണ്, ഒരു ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? ആ ചെറുപ്പക്കാരന്റെ പ്രത്യേകത എന്തെന്നറിയുമോ?
5 നേരം ബാങ്ക് വിളിക്കുമ്പോ അള്ളാന്റെ പള്ളിക്കകത്തുണ്ടാകുന്ന ചെറുപ്പക്കാരനാ. ഈ ചെറുപ്പക്കാരനെ ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എല്ലാ ദിവസവും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന വഴിയില് ഒരു സുന്ദരിയായ പെണ്ണുണ്ട്. അവൾ ഒരുപാട് ഈ ചെറുപ്പക്കാരനെ വളയ്ക്കാൻ നോക്കി. എല്ലാം പോയി വാപ്പാ, എല്ലാം പോയി വാപ്പാ, ഞാൻ വ്യഭിചരിച്ചു വാപ്പാ, ഒരു പെണ്ണിന്റെ ശരീരത്തിൽ കേറി പിടിച്ചു വാപ്പാ, ഞാൻ നരകത്തിലാണല്ലോ. ചെറുപ്പക്കാരൻ കരയുകയാണ്. വാപ്പ പറഞ്ഞു, മോനെ നീ അങ്ങോട്ട് പിടിച്ചതല്ല, അവൾ ഇങ്ങോട്ട് കേറി പിടിച്ചതാണ്. എന്റെ മോൻ തെറ്റുകാരനല്ല. ഈ ചെറുപ്പക്കാരൻ കരയുകയാണ്. വാപ്പയ്ക്ക് പേടിയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇന്നത്തെ കുട്ടികൾ വിചാരിച്ചിരിക്കുന്നത് വ്യഭിചാരം എന്ന് പറഞ്ഞ ആണിന്റെയും ഒരു പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ പരസ്പരം ചേരുന്നതിന് മാത്രമാണ്. എന്റെ കരിപ്പൊക്കെ കൂട്ടുകാരൻ വന്നു, കരിപ്പൊക്കെ റൂമിനകത്ത്. ഈ അടുത്ത് ഞാൻ കേട്ടത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലണ്ടനിലൊക്കെ നടക്കുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ റൂമിനകത്ത് വാതിലിൽ എന്താ പറയാ, ഈ അകത്തുനിന്ന് പൂട്ടാൻ കഴിയില്ല. റൂമിനകത്ത് നിന്ന് പൂട്ടാൻ പറ്റത്തില്ല, വെളിയിൽ നിന്ന് മാത്രമേ പൂട്ടാൻ കഴിയൂ. വാതിൽ തുറന്നിട്ടിരിക്കും. കമ്പ്യൂട്ടർ ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും മക്കളുടെ റൂം എപ്പോഴും തുറന്നിടണം. എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ. ഇതങ്ങനല്ലല്ലോ, ഇതങ്ങനല്ലല്ലോ. മക്കൾ പൂട്ടിയിട്ട് അതിനകത്ത് കിടന്ന് സെക്സ് വീഡിയോ കാണുകയാ. ഒരു പിതാവ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുടെ മൊബൈൽ എടുത്തു വെച്ചിട്ട് യൂട്യൂബിൽ കയറിയിട്ട് നെസ്റ്റ് അടിച്ചു നോക്കിയപ്പോ മോള് കണ്ടിരിക്കുന്ന വീഡിയോ കണ്ടിട്ട് വാപ്പ എന്താ പറയുക അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മക്കൾ കാണുന്ന എന്തൊരവസ്ഥയാ സഹോദര. ഞാൻ പറഞ്ഞു വന്നത്, എടോ ഞാൻ പറയുന്ന ചെറുപ്പക്കാരോട്, എൻ്റെ മക്കളോട് പറയുന്നു, വേണ്ടടാ മോനെ, നിനക്കറിയാഞ്ഞട്ടാ, ലൈവ് ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ സാധനം കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്, ഒന്നും പറയാൻ പറ്റത്തില്ല. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എനിക്ക് ലൈവ് എന്ന് പറഞ്ഞ ചിരിക്കേണ്ടടാ നീ, എനിക്ക് ലൈവ് എന്ന് പറഞ്ഞ കാരണം എന്താ, ഒന്നും പറയാൻ പറ്റത്തില്ലടോ. 5-8 കൊല്ലം മുമ്പ് ഞാൻ പ്രസംഗിച്ചു, പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്. ഇപ്പൊ 29 കേസിലെ പ്രതിയാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ സാധനം കൊണ്ടുള്ള ആകെ ഉപകാരവിധ. ഇവന്മാര് എവിടെ വെട്ടിയിടുമെന്ന് അവന്മാർക്ക് തന്നെ അറിയില്ല. എല്ലാവർക്കും യൂട്യൂബ് വളർത്തണം, അതിനെന്തെങ്കിലും എഴുതി അങ്ങിടും, നമ്മൾ അനുഭവിക്കും. എന്നിട്ട് വേണ്ട എന്ന് പറയുമ്പോൾ സംഘാടകർ ലൈവ്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാ വഴുത് വിളിക്കണേ? മുമ്പിൽ വരുന്നവന് പറഞ്ഞു കൊടുക്കാനല്ലേ? വീട്ടിൽ ഇരിക്കുന്നവന് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളോട് ആരും വിളിച്ചിട്ടില്ലല്ലോ. ചില സംഘാടകർക്ക് ലൈവ് തന്നെ വേണം. എന്നാ പിന്നെ എന്റെ വീട്ടിൽ ഇരുന്ന് പറഞ്ഞാൽ പോലെ, എല്ലാവരും മൊബൈലിട്ട് കാണൂല്ലേ? എന്തിനാ കഷ്ടപ്പെട്ട് ഇവിടെ വരുന്നത്? ഈ മൈക്ക് സെറ്റിന് ചെലവുണ്ടോ? എടാ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം, വരുന്നവന് ഇൽമു പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, സമയം കിട്ടുമ്പോൾ പള്ളിയിലെ ഇമാമിന്റെ അടുത്ത് പോകണം. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയാ, കല്യാണം കഴിക്കാത്ത മക്കളോട് പറയാ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചവരോട് പറയാ, നിനക്ക് സമയം കിട്ടുമ്പോ പള്ളിയിലെ മദ്രസയിലെ ഉസ്താദിന്റെ അടുക്ക പോയിട്ട് ചോദിക്കണം, ഉസ്താദെ, വ്യഭിചരിച്ചവന് ദുനിയാവിൽ അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന്. പെണ്ണ് കെട്ടിയവനും കെട്ടാത്തവനും, പ്രത്യേകിച്ച് കെട്ടാത്തവൻ. കല്യാണം കഴിക്കാത്ത മക്കള്, ആണാകട്ടെ പെണ്ണാകട്ടെ, പള്ളിയിലെ ഉസ്താദിന്റെ അടുക്ക പോയിട്ട്, നാളെ മുതൽ എന്തായാലും വരും, ധൈര്യമായിട്ട് പൊക്കോ, അതോടുകൂടി നിന്റെ ഉറക്കം പോയി കിട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഒരു വട്ടമെങ്കിലും നിന്റെ ജീവിതത്തിൽ നീ വ്യഭിചരിച്ചിട്ടുണ്ടോ? നീ അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊട്ടിട്ടുണ്ടോ? നീ പള്ളിയിൽ ചെന്നിട്ട് ഇമാമിനോട് ചോദിക്കണം, ഉസ്താദെ, വ്യഭിചരിച്ചവന് ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന്. അത് കല്യാണം കഴിച്ചവനും ചോദിക്കണം, കഴിക്കാത്തവനും ചോദിക്കണം. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാക്കുമാറാകട്ടെ. അതോടുകൂടി നിന്റെ അസുഖം അങ്ങ് മാറിക്കിട്ടും. നിന്റെ ഒരു സ്വഭാവമുണ്ടല്ലോ, നിന്റെ സ്വഭാവം ഉണ്ടല്ലോ, അതോടങ്ങ് മാറിക്കിട്ടും. എന്തെന്നറിയോ? നിനക്കും ഉണ്ടല്ലോ ഭാര്യ, നിനക്കുണ്ടല്ലോ വീട്ടിൽ അള്ളാനെ പേടിച്ച് നടക്കുന്നവരെണ്ണം ഉണ്ടല്ലോ. നിന്റെ സ്വഭാവം ഇതാണെങ്കിൽ നീ സൂക്ഷിച്ചോ, നീ സൂക്ഷിച്ചോ. നിന്റെ ഭാര്യ നീ വഞ്ചിക്കുന്നുണ്ടെങ്കിൽ, എടാ, പെണ്ണ് കിട്ടുന്നതിന് മുമ്പ് കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കടന്ന് കറങ്ങുന്നവനും ആസ്വദിക്കുന്നവനും നല്ലതുപോലെ ചിന്തിച്ചോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറള്ള കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിനക്കും അതേ കിട്ടത്തുള്ളടാ ചെറുപ്പക്കാരാ. എന്റെ മക്കളോട് ഞാൻ പറയാ, വ്യഭിചരിച്ച് നടക്കുന്നവൻ നിനക്കും എന്താ പറയാ, നിപ പരത്തുന്ന ജീവിയുടെ പേരെന്തായിരുന്നല്ലോ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. തിരിഞ്ഞെന്ന് മനസ്സിലാകുന്നു, തിരിഞ്ഞത് മനസ്സിലാകുന്നു. നിനക്കും അങ്ങനെയുള്ളതേ കിട്ടൂ. നീ ഇങ്ങനെ നടന്നോ, നീ കിട്ടുന്ന പെണ്ണും നിനക്ക് നല്ലത് കിട്ടത്തില്ലടാ ചെറുപ്പക്കാരാ. നല്ലതിന് നല്ലതേ അള്ള തരൂ.
നല്ലതിന് നല്ലതേ അല്ല തരൂ. തെളിവ് വേണോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീവിയും നബി തങ്ങളും യാത്ര കഴിഞ്ഞു വരികയാണ്. അപ്പോഴാണ് പടച്ചവനെ ആയിഷ ബീവി അവിടുന്ന് തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിപ്പോയി. എന്നിട്ട് ആയിഷ ബീവി വന്ന് തന്റെ ഒട്ടകത്തിന്റെ കട്ടിലിന്റെ മുകളിൽ കയറുകയാണ്. പെണ്ണുങ്ങൾ കയറി കഴിഞ്ഞപ്പോ ആണുങ്ങൾ ഇറങ്ങിപ്പോവുകയാണ്. പടച്ചവനെ, ആണുങ്ങളെല്ലാം അവരുടെ ആവശ്യങ്ങൾക്ക് പോയി തിരിച്ചു വരാൻ തുടങ്ങി. അപ്പോഴാണ് ആയിഷ ബീവി കഴുത്തിൽ നോക്കുന്നത്. സുബ്ഹാനല്ലാഹ്, കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. കേൾക്കണേ ചെറുപ്പക്കാരാ, കണ്ട പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ആസ്വദിച്ച് നടക്കുന്ന ചെറുപ്പക്കാര്, വാപ്പയും ഉമ്മയും അറിയാതെ കാമുകന്മാരുടെ കൂടെ കറങ്ങി നടക്കുന്ന പെങ്ങള്, ഇത് നിനക്കുള്ള ചരിത്രമാണ്. പടച്ചവനെ, ആയിഷ ബീവി മാലധരന്ന് ഇറങ്ങി പോവുകയാണ്. ആയിഷ ബീവി പോകുന്നത് ആരും കണ്ടില്ല. പടച്ചവനെ, മാല പോയി തിരഞ്ഞു. ആ സമയത്തിന് വിധങ്ങളും സ്വഹാബത്തും പോയി. അവസാനം മാല കണ്ടെത്തിയിട്ട് ആയിഷ ബീവി തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ്, എല്ലാവരും പോയി കഴിഞ്ഞു. ആരുമില്ല. നിബിധങ്ങൾ അറിഞ്ഞില്ല, സ്വഹാബത്ത് അറിഞ്ഞില്ല. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് വഴിയോരത്തിരിക്കുകയാ. അപ്പോഴാണ് സബുവാൻ എന്ന് പറയുന്ന സ്വഹാബി, പടച്ചവനെ, കളഞ്ഞു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാൻ നിബിധങ്ങൾ പുറകിൽ വരാൻ പറഞ്ഞ സ്വഹാബി. ആ സ്വഹാബി വരുമ്പോ ആയിഷ ഉമ്മ വഴിയിലിരിക്കുകയാണ്. ഒന്നും ചോദിച്ചില്ല ഉമ്മയോട്, എന്തേ എന്ന് പോലും ചോദിച്ചില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അതാ വാഹനത്തിന്റെ മുകളിൽ കയറി. പടച്ചവനെ, രാത്രി മുഴുവനും സഞ്ചരിച്ചു. പിറ്റേ ദിവസം രാവിലെയാണ് ചെല്ലുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു രാത്രി മുഴുവനും ഒറ്റയ്ക്കൊരു ചെറുപ്പക്കാരന്റെ കൂടെ സഞ്ചരിച്ചിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചെന്നിറങ്ങുന്നത് കാണുമ്പോ പടച്ചവനെ, കാട്ടുതീ പടരുന്നത് പോലെ പടരുകയാ. മുനാഫിക്കീങ്ങളെ കളിയാക്കാൻ തുടങ്ങി. ആയിഷ ബീവി വ്യഭിചരിച്ചെന്ന്, ഒരു രാത്രി മുഴുവനും ഒരു ചെറുപ്പക്കാരന്റെ കൂടെ കഴിഞ്ഞെന്ന് എല്ലാവരും പറയുകയാ. നാട് മുഴുവനും അറിയുകയാ. എവിടെയും ചർച്ചയാവുകയാ. പടച്ചവനെ, എല്ലാവരും ഏറ്റുപിടിച്ചു. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. നിബിധങ്ങൾ ആരോടും മിണ്ടുന്നില്ല. നിസ്കരിക്കും വീട്ടിലേക്ക് വരും, ഒരാളോടും മിണ്ടുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകനെ സംസാരിക്കാതെ വന്നപ്പോ അതാ വരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിബിധങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെന്നു. അബൂബക്കർ തങ്ങൾ ചെന്നു, ഉമർ തങ്ങൾ ചെന്നു. ഓരോ സ്വഹാബികളെ പോകുമ്പോഴും നിബിധങ്ങൾ അവരോട് ചോദിക്കുകയാണ്. എങ്കിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് ഇറങ്ങിപ്പോയി. അതാ വരുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങൾ നിബിധങ്ങളുടെ മുമ്പിലേക്ക് ചെന്നു. കേക്കടാ ചെറുപ്പക്കാരാ, ഉമ്മമാരെ, പെങ്ങന്മാരെ, ഈ പറയുന്നത് സിനിമാ കഥയല്ല. ഇന്നത്തെ യുവത്വം പഠിക്കാൻ പറയുന്ന കഥയാ. നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന അനുഭവമാ. പടച്ചവനെ, ഉമർ തങ്ങൾ ചെന്നു. എന്തേ നബിയെ മിണ്ടാത്തത്? എന്തേ നബിയെ സംസാരിക്കാത്തത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറേ, എന്റെ ആയിഷയെ കുറിച്ച് പറയുന്നത് കേട്ടോ ഉമറേ? കേട്ടു നബിയെ. ഉമറേ, നീ വിശ്വസിക്കുന്നുണ്ടോ? നബിതങ്ങൾ ചോദിക്കുകയാ, ഉമറേ, നീ വിശ്വസിക്കുന്നുണ്ടോ? മരിക്കുന്ന കാലം വരെ ഞാൻ വിശ്വസിക്കില്ല നബിയെ. ആയിഷ അങ്ങനെ ചെയ്യില്ല നബിയെ. ആയിഷ ഒരു കാലത്തും വ്യഭിചരിക്കില്ല നബിയെ. എന്തേ ഉമറേ നീ എങ്ങനെ പറയുന്നത്? ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. എന്തേ നീ ഇങ്ങനെ ഉറപ്പിച്ചു പറയുന്നത്? എല്ലാ തെളിവുകളും ആയിഷയ്ക്ക് എതിരാണല്ലോ, എല്ലാം എതിരാണ്. എന്നിട്ടും നീ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവേ, ഉമർ തങ്ങൾ
പറഞ്ഞു, നബിയേ, ആയിഷാനെ കല്യാണം കഴിക്കാൻ പറഞ്ഞതാരാ? അള്ളയല്ലേ പറഞ്ഞത്? ആയിഷാനെ വിവാഹം കഴിക്കാൻ പറഞ്ഞത് സ്വന്തം ഇഷ്ടപ്രകാരം കഴിച്ചതല്ലല്ലോ. അള്ളയല്ലേ ആയിഷ ബീബിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞത്. അപ്പൊ അള്ളാന്റെ ഖുർആൻ പറഞ്ഞതെന്താ? വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷാ വസാഅ സബീലാ. ഇമാമിനോട് ചോദിക്കടാ, ഖുർആൻ ഉണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് എടുത്തു നോക്ക്. വസാഅ സബീലാ, വസാഅ സബീലാ. അതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? അതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? നബിയേ, വ്യഭിചരിക്കുന്നവര് ക്വാളിറ്റി ഇല്ലാത്തവരാ. വ്യഭിചരിക്കുന്നവര് ക്വാളിറ്റി ഇല്ലാത്തവരാ. നല്ല പെണ്ണുങ്ങൾ വ്യഭിചരിക്കുമോ നബിയേ? നല്ല ആൾക്കാർ വ്യഭിചരിക്കുമോ നബിയേ? വ്യഭിചരിക്കുന്നവര് നല്ല കുടുംബത്തിൽ പറന്നവരല്ല. അവരുടെ കുടുംബം നല്ലതല്ല. അവര് ക്വാളിറ്റി ഇല്ലാത്തവരാണ്. അവർ ക്വാളിറ്റി ഇല്ലാത്തവരാണ്. അപ്പൊ അങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെണ്ണിനെ കെട്ടാതെ അല്ലാഹു പറയുമോ നബിയേ? ആയിഷ ബീബിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞതാരാ? അല്ലാഹ് പറയുന്നു, വ്യഭിചരിക്കുന്നവര് ക്വാളിറ്റി ഇല്ലാത്തവരാ. വ്യഭിചരിക്കുന്നവര് ക്വാളിറ്റി ഇല്ലാത്തവരാ. അപ്പൊ ക്വാളിറ്റി ഇല്ലാത്ത പെണ്ണിനെ കെട്ടാൻ അല്ലാഹ് പറയോ? പറയില്ല. മരിക്കുന്ന കാലം വരെ ഞാൻ വിശ്വസിക്കില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെ ചിലര് കല്യാണമൊക്കെ കള്ളും കുടിച്ചു പെണ്ണും പിടിച്ച് നടന്നവനാ. പക്ഷേ ഉസ്താദേ, എനിക്ക് കിട്ടിയത് നല്ല ഒരു പെണ്ണിനെയാ. എനിക്ക് കിട്ടിയത് നല്ല ഒരു പെണ്ണിനെയാ. മോനെ, നിന്റെ സ്വഭാവം ഇപ്പം നീ തുടർന്നുകൊണ്ട് നടക്കുവാണെങ്കിൽ അവളും നിന്നെ ഒരു ദിവസം വഞ്ചിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഖുർആൻ പറയുന്നുണ്ട്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ. ഞാൻ അർത്ഥം പറയില്ല, നിങ്ങൾ പോയി നോക്ക്. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, എന്റെ പെൺകുട്ടികളോട് പറയുന്നു, എന്റെ കല്യാണം കഴിച്ചവരോട് ഞാൻ പറയുന്നു, വ്യഭിചരിക്കുന്നവര് ചെന്നിട്ട് ഈ ആയത്തിന്റെ അർത്ഥം എടുത്തു നോക്ക്. നല്ലത് നിനക്ക് അല്ലാഹ് തരൂല. തന്ന അതും പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കം പറഞ്ഞ അല്ലാഹ് കാക്കുമാറാകട്ടെ. പോയി കിടന്ന് കരഞ്ഞു ദുആ ചെയ്തോ. എന്റെ ചെറുപ്പക്കാരോട്, മക്കളെ, നല്ല നിന്നെ വഞ്ചിക്കുന്ന കണ്ടവന്റെ കൂടെ കടന്നവളെ നിനക്ക് റബ്ബ് തരത്തുള്ളടാ. നീ ഈ സ്വഭാവമായിട്ട് നടന്നാൽ. നമ്മൾ പറയുമല്ലോ, വവ്വാല് കടിച്ചത് നിനക്ക് കിട്ടുമെന്ന്. അതുകൊണ്ട് ഞാൻ പറയുകയാ, ആത്മാർത്ഥമായി ദുആ ചെയ്തോ. ചെയ്തവരോട് ഞാൻ പറയുന്നു, ഇന്ന് രാത്രി നിനക്കുള്ളതാ. നീ ആത്മാർത്ഥമായിട്ട് റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തോ. ഇല്ലെങ്കിൽ ആ നിസ്കരിച്ച് ദുആ ചെയ്യുന്നവളും ഒരു ദിവസം നിന്നെ മറക്കും. കാരണം അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചന്ദനം ചാരിയ ചന്ദനം മണക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാക്കുമാറാകട്ടെ. ഇതാ ഞാൻ പറഞ്ഞത്, ഉള്ള സമാധാനം പോകുന്നു. ഇതാ ഞാൻ പറഞ്ഞതുള്ള സമാധാനം പോകുന്നു. നീ സമാധാനം അല്ലാഹു തരത്തില്ലല്ലോ. വ്യഭിചരിക്കുന്നവൻ അല്ലാഹു സമാധാനം കൊടുക്കില്ല. എന്തിനാ സഹോദര? അതുകൊണ്ട് തെറ്റ് തന്നെയാ. ആര് പറഞ്ഞാലും ആര് ചെയ്താലും അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അതൊന്നും ഒരു തെറ്റല്ല. അതൊന്നും ഒരു തെറ്റല്ല. എല്ലാം ഇങ്ങനെ കള്ളും പെണ്ണും ആസ്വാദനം എല്ലാരും ആസ്വദിച്ചോ. ഒരുപാട് കാലം നിന്നെ അല്ലാഹു ഈ ദുനിയാവിലിട്ട് ആസ്വദിപ്പിക്കത്തില്ല. ബാക്കി പള്ളിക്കുടി കിടക്കേണ്ടവരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെയും നമ്മുടെ മക്കളെയും വ്യഭിചാരം എന്ന പാവത്തിനെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്ക്. അല്ലാഹനെ പേടിച്ച് ജീവിക്ക്. നിസ്കരിക്ക്. കള്ളു കുടിക്കരുത്. കഞ്ചാവടിക്കരുത്. എടാ, നല്ലപോലെ നടക്കടാ. അവിടത്ത് മറച്ചുകൊണ്ട് നടക്ക്. ചെറുപ്പക്കാരോട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർ ചെയ്യും. ഒരു കാര്യം ഉസ്താദ്, നിങ്ങൾ വയത് പറഞ്ഞിട്ട് എന്നാ നടന? നിങ്ങൾ എത്ര വയത് പറഞ്ഞാലും ഞങ്ങൾ മാറില്ല. ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാ. ഈ ജീവിതം സുഖിക്കാനുള്ളതാ. സുഖിക്കടാ, ആസ്വദിക്കടാ. എല്ലാരും ഞാൻ നോക്കുമ്പോ വയനാട്ടില് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് പോകുന്ന ഒരുത്തന് ഒരു കൂപ്പണ്, ഒരു കുപ്പി കള്ള്. സുബ്ഹാനല്ലാഹ്, എന്തായിരുന്നു എന്തൊരാന്നാലിച്ച് കുമ്മത്തിന്റെ അവസ്ഥ. ന്യൂ ഇയറിന്റെ അന്ന് രാത്രി എന്റെ റഹ്മാനെ, റോഡിലാകട്ടെ എവിടെയാകട്ടെ എന്തൊക്കെ ഒരു ആഘോഷവാ ചങ്ങായിമാരെ. അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, ഞാൻ പറയുന്നത്, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക്. പടച്ച റബ്ബുണ്ട്, അള്ളാഹുവുണ്ട്. ആ ബോധത്തോടു കൂടി ജീവിക്ക്. അല്ലാതെ നീ ആസ്വദിക്കണമെങ്കിൽ നമുക്കൊന്നുമില്ല. വയത് കേട്ടിട്ട് നന്നാകത്തില്ല എന്ന് പറയുന്നവരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് ആസ്വദിക്കണോ? കള്ളു കുടിക്കണോ? കഞ്ചാവടിക്കണോ? മയക്കുമരുന്ന് ഉപയോഗിക്കണോ? കണ്ടവന്റെ കൂടെ നടക്കണോ? ആസ്വദിച്ച് നടന്നോ മോനെ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഖുർആനിലെ ഏത്
ഏതായത്ത് മറന്നാലും, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഏതായത്ത് മറന്നാലും ഈ ആയത്ത് നീ മറക്കരുത്, ഈ ആയത്ത് നീ മറക്കരുത്. പടച്ചവനെ, ഒരു താബീങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു സ്വഹാബിയുടെ കഥ പറഞ്ഞു തരാ. പടച്ചവനെ, യുദ്ധത്തിന് പോകുമ്പോൾ ഒരു ഗ്രാമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. യുദ്ധത്തിന് പോകുന്ന സമയം ഒരു ഗ്രാമത്തിലൂടെയാ കടന്നു പോകുന്നത്. അങ്ങനെ സ്വഹാബത്ത് നോക്കുമ്പോ അവരവിടെ തമ്പടിച്ചപ്പോൾ ഒരു സുന്ദരിയായ ഒരു ജൂത പെണ്ണിനെ കണ്ടു. ഒരു ഗ്ലാമർ കൂടിയ ഒരു ജൂത പെണ്ണിനെ കണ്ടു. അപ്പൊ ഈ യുദ്ധത്തിന് പോയ സഹാബത്തിന്റെ ഇടയിൽ നിന്ന് ഒരാൾക്ക് അവളെ കണ്ടപ്പോ ഒരു ആഗ്രഹം തോന്നി. ഈ പെണ്ണിന്റെ അടുക്കൽ തന്റെ മോഹം പറയാൻ പോയപ്പോ കൂടെ വന്ന സ്വഹാബത്ത് പറഞ്ഞു, വേണ്ട, പാവ വേണ്ടടാ, പോരുത്, കേട്ടില്ല. പോയിട്ട് ആ ജൂത പെണ്ണിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ വേണം, നിന്നെ എനിക്ക് വല്ലാത്ത ഇഷ്ടപ്പെട്ടു, എനിക്ക് നിന്റെ കൂടെ ആസ്വദിക്കണം. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, നിന്റെ മതം കളഞ്ഞിട്ട് എന്റെ മതത്തിൽ വന്നാൽ ഞാൻ സമ്മതിക്കാം. നിന്റെ മതം കളഞ്ഞിട്ട് നീ എന്റെ മതത്തിൽ വാ, ഞാൻ സമ്മതിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ ഇസ്ലാം മതം വലിച്ചെറിഞ്ഞിട്ട് ആ പെണ്ണിന്റെ ജൂതമതം സ്വീകരിച്ചു. സ്വഹാബത്തിന് വല്ലാത്ത സങ്കടമായി. ആ യുദ്ധം പോലും പരാജയപ്പെട്ടു പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മുടെ ചെറുപ്പക്കാരങ്ങനെ, നമ്മുടെ ചെറുപ്പക്കാർ, ഉസ്താദേ ഞാൻ ഒരെണ്ണത്തിന് വളച്ചു വെച്ചിട്ടുണ്ട്, ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം. സുബ്ഹാനല്ലാഹ്, എന്ത് വലിയ അത്ഭുതം. ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ സ്നേഹിക്കുന്നത് അമുസ്ലിമായ ഒരു പെണ്ണിനെയാ, അവൾ ഇസ്ലാമിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്നാത്തിനാടാ, എന്തിനാ ചങ്ങാതി? എടാ, നീ അമുസ്ലിമായ ഒരു പെണ്ണിനെ പ്രണയിച്ച് മുസ്ലിമാക്കിയിട്ട് നിനക്കെന്ത് കിട്ടാനാ? എന്തിനാ കിട്ടുന്നത്? ഒരു പ്രയോജനം അല്ലാഹു നിനക്ക് തരത്തില്ല. നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യഭിചാരം. നിനക്ക് ജനിക്കുന്ന മക്കൾ ജാരസന്തതിയാകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാക്കുമാറാകട്ടെ. എന്തിനാ? ഞാൻ വെറുതെ പറഞ്ഞതല്ലടോ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വമൻ ഖാൻ, അവിടെ നിന്ന് പറഞ്ഞല്ലോ, എടോ, ഒരാളുടെ നിയ്യത്തിനനുസരിച്ച് അള്ളാഹ് പരിഗണിക്കുന്നത്. ഈ പെണ്ണ് മുസ്ലിം ആയത് എന്തിനാ? അള്ളാഹിനെ കുറിച്ച് പറിച്ചിട്ട, നബിതങ്ങളെ കുറിച്ച് പഠിച്ചിട്ട, അല്ലെങ്കിൽ ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ട അല്ല. നീ പറഞ്ഞു മുസ്ലിമായ ഞാൻ കെട്ടാം, അതുകൊണ്ടാ അവൾ മുസ്ലിമായ. എന്തിന്? നീ പറഞ്ഞു എന്റെ മതത്തിൽ വന്നാ ഞാൻ നിന്നെ കെട്ടാം, ഇല്ലെങ്കിൽ വേണ്ട. അപ്പൊ അവള് മുസ്ലിമായത് നിന്നെ കെട്ടാനാ. ഓൾക്ക് എന്ത് പ്രതിഫലം? എന്ത് പ്രതിഫലം? ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാ. അല്ലാഹ് ഇവള് മുസ്ലിമായത് അള്ളാഹിനെ പഠിച്ചിട്ടല്ല, നബിതങ്ങളെ പഠിച്ചിട്ടല്ല, ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞിട്ടല്ല. നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി അവള് മുസ്ലിമായി. എന്തു പ്രയോജനം? അള്ളാഹു ഹിമ്മത്തിനെ കാക്കുമാറാകട്ടെ. വേണ്ടട ചെറുപ്പക്കാരാ, നമ്മുടെ കൗമിൽ തന്നെ എത്ര എണ്ണം നല്ലതുണ്ട്. എന്തിനാ വല്ലയിടത്തും പോകുന്നത്? ഏച്ചു കെട്ടിയാ മുഴച്ചിരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പറ അള്ളാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ ഈ സ്വഹാബി എന്ത് ചെയ്തു? ആ ജൂത പെണ്ണുമായി ജീവിച്ചു. ഒരുപാട് നാളുകൾ കഴിഞ്ഞു. അന്ന് യുദ്ധത്തിന് വന്ന ഒരു സ്വഹാബി ആ നാട്ടിലൂടെ പിന്നീട് ഒരിക്കൽ വന്നപ്പോൾ ചിന്തിച്ചു, റബ്ബേ, പണ്ടൊരുത്ത് ഞങ്ങളുടെ കൂടെ വന്നിട്ട് മതം മാറി പെണ്ണ് കെട്ടിയല്ലോ, അവനെ കുറിച്ചൊന്ന് അന്വേഷിച്ചു. പണ്ട് ഞങ്ങളുടെ കൂട്ടുകാരനായ ഒരാള് ഈ നാട്ടിൽ വന്ന അമുസ്ലിമായ ജൂത പെണ്ണിനെ മതം കളഞ്ഞിട്ട് വിവാഹം കഴിച്ചല്ലോ, അവനെ കുറിച്ച് ഓർമ്മ വന്നപ്പോ അവിടെ നിന്ന് ചിന്തിച്ചു, പടച്ചവനെ, ഓനെ കുറിച്ചൊന്ന് അറിയണമല്ലോ. ഓന്റെ അടുക്കൽ അങ്ങനെ ചോദിച്ചറിഞ്ഞവന്റെ വീട്ടിൽ പോയി. എന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ മനുഷ്യൻ ചോദിച്ചു, നീ ഹാഫിള് ആയിരുന്നല്ലോ, ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഒരാളായിരുന്നല്ലോ, നിനക്ക് എന്തെങ്കിലും ഖുർആനിൽ ഓർമ്മയുണ്ടോ? കേൾക്കണ്ട ആയത്ത. ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, ആ സ്വഹാബിയോട് ചോദിച്ചു, നീ ഹാഫിളായിരുന്നല്ലോ. അല്ലാഹു അഅലം. പടച്ചോൻ നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഹാഫിളാണെന്നും ആലിമാണെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എപ്പോഴാ തിരിഞ്ഞു പോണെന്നറിയില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവിടെ നിന്ന് ചോദിച്ചു, നീ ഹാഫിളായിരുന്നല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും പഠിച്ചവനായിരുന്നല്ലോ, ഒരു സൂറത്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, എല്ലാം മറന്നുപോയി. പക്ഷേ ഒരായത്ത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പറഞ്ഞു തരട്ടെ ചെറുപ്പക്കാരാ, നിങ്ങളോടും എനിക്ക് ആയത്തെ പറയാനുള്ളൂ. ഈ ഒരായത്ത് മാത്രമേ ഈ ദുനിയാവിൽ ആസ്വദിച്ച് സുഖിച്ച് നടന്നോ ചെറുപ്പക്കാരാ, നടന്നോ പെങ്ങള്. എങ്ങനെ വേണമെങ്കിലും നടാ, തല മറയ്ക്കാതെ നടക്കണമെങ്കിൽ നടക്കാം, ഔറത്ത്
മറക്കാതെ നടക്കണമെങ്കിൽ നടക്കാം, എന്ത് വൃത്തികേട് വേണമെങ്കിലും കാണിക്കാം. ഈ രാജ്യത്ത് നിനക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഉസ്താദേ, നിങ്ങൾ എത്ര പറഞ്ഞാലും ഞങ്ങൾ നന്നാകില്ല. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് പറഞ്ഞു തരാ, ഖുർആനിലെ ആയത്ത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അവസാനം ഇറങ്ങിയ ആയത്ത്, അവസാനമായിട്ട് ഇറങ്ങിയ ആയത്ത്, ആ മനുഷ്യൻ ഓർമ്മയുണ്ടായിരുന്ന ഏക ആയത്ത് ഏതെന്നറിയുമോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഈ ആയത്താ അല്ലാഹുവേ ആ മനുഷ്യന്റെ മനസ്സിലുണ്ടായിരുന്നത്. അല്ലാഹ് പറയുകയാ, സൂക്ഷിച്ചോ, നീ സൂക്ഷിച്ചോ, നീ എവിടെ പോയാലും നിന്നെ ഞാൻ എന്റെ മുമ്പിൽ കൊണ്ടുവരുമടാ. ഒരു ദിവസം നിന്നെ ഞാൻ എന്റെ മുമ്പിൽ കൊണ്ടുവരും. ഓം തോടിയാ എവിടെ വരെ ഓടാനാ? നീയൊക്കെ എവിടെ പോകാനാ? നീയൊക്കെ എവിടെ പോകാനാ? എവിടെ പോയി കിടന്ന് ആസ്വദിച്ചാലും ഖാബിലുൽ അർവാഹു മലക്ക് അസ്റായീൽ വന്നാ എവിടെ പോകാനാ? വാപ്പ പോയാന്ന് രക്ഷപ്പെടാൻ നോക്കിയിട്ട് പറ്റിയോ? ഉമ്മ രക്ഷപ്പെടാൻ നോക്കിയിട്ട് പറ്റിയോ? നിന്റെ വാപ്പാനെ ഞാൻ തന്നെയല്ലേ കൊണ്ടുപോയത്, നിന്റെ ഉമ്മാനെ ഞാനല്ലേ കൊണ്ടുപോയത്. നിന്നെക്കാളും പ്രായം കുറഞ്ഞ കൂടപ്പിറപ്പിനെ ഞാൻ കൊണ്ടുപോയല്ലോ, കൂടെ പഠിച്ചവരെ കൊണ്ടുപോയല്ലോ, നിന്നെയും ഞാൻ കൊണ്ടുപോകുമടാ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. മറക്കരുത് ചെറുപ്പക്കാരാ, മറക്കരുത് ഉപ്പമാരെ, മറക്കരുത് ഉമ്മമാരെ. ഇത് അല്ലാഹുവിന്റെ കലാമാ പറയുന്നത്. നീയൊക്കെ എവിടെ പോയാലും ഒരു ദിവസം അല്ലാഹു നിങ്ങളെ പിടിച്ചു നിർത്തും ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഓർത്തു വെച്ചോ, നിന്റെയൊക്കെ ആസ്വാദനങ്ങളും നിന്റെ ആഘോഷങ്ങളും നിന്റെ സ്വപ്നങ്ങളും തകർത്ത് കളയുമടാ. ഒരൊറ്റ നിമിഷം കൊണ്ട് റബ്ബേ നിന്റെ സർവ്വതും നഷ്ടപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്ക്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്ക്, നന്മകൾ ചെയ്യ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്ക്, ഇല്ലെങ്കിൽ ഒരുപാട് കാലം ഉണ്ടാകില്ല. അല്ലാഹു എല്ലാം കൂടെ വലിച്ചു വാരി തറയിലിട്ട് കളയും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നന്മകൾ ചെയ്യ്. ചെറുപ്പക്കാരെ, ബാങ്ക് വിളിക്കുന്നടാ, എടാ നിസ്കരിക്കാൻ ബാങ്ക് വിളിക്കുന്നടാ. പള്ളിയുടെ മുമ്പിലായിരിക്കുന്ന, റോഡിന്റെ സൈഡിൽ കടത്തിണ്ണയിലിരിക്കുന്നു, പോസ്റ്റിന്റെ മുകളിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരനോട് പറയുന്നു, ബാങ്ക് വിളിക്കുന്നടാ. അവൻ ചോദിക്കുന്ന ചോദ്യം, മുഅദ്ദിനിനെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് ബാങ്ക് വിളിക്കാനാ? അയാളുടെ ജോലി ചെയ്യുന്നതിന് ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അയാളുടെ ജോലി ചെയ്യുന്നു, ഇനി ഞാനിപ്പോ എന്ത് ചെയ്യണം? എടാ, ഇമാം നിസ്കാരം തുടങ്ങിയിട്ടാ, ഇമാമിന്റെ പണി നടക്കുന്നു. പിന്നെ പ്രായമുള്ളവർക്ക് അത് അവർക്കല്ലേ നിസ്കാരം, നമുക്കൊന്നും ഇല്ലല്ലോ. നമുക്ക് വെള്ളിയാഴ്ച പോണം. ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇൽ ഖുർബ വ യൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇമാം രണ്ടാമത്തെ ഖുതുബ പറയുമ്പോൾ ചാടി കയറണം, കാക്ക ഒത്തല പോലെ കൊത്തണം, ഒറ്റ ഓട്ടം ഓടണം. നീ എന്തിനാ അന്നും പോന്നേ? ഒരു പ്രയോജനമില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിസ്കരിക്കാൻ പറയുമ്പോൾ വലിയ മടി, നിസ്കരിക്കാൻ പറയുമ്പോൾ വലിയ മടി. എല്ലാത്തിനും വേണ്ടത് പണമല്ലേ? എല്ലാം പണത്തിന്റെ പുറകിലല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹു 24 മണിക്കൂർ നിന്നോട് നിസ്കരിക്കാൻ പറഞ്ഞില്ലല്ലോ. 20 ചുമ്മാതല്ല, 50 വക്കത്തെ നിസ്കാരവുമായിട്ട് നബിതങ്ങൾ തിരിച്ചു വന്നപ്പോ അവിടെ നിന്ന് തിരിച്ചു പറഞ്ഞു വിട്ടത് നബിയെ പൊക്കോളാൻ. ആ 50 5ആക്കിയിട്ട് പോലും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ആ നബിക്ക് അറിയാമായിരുന്നു 50 വക്കത്തെ നിസ്കാരമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ. അല്ലാഹു അഅലം. പടച്ചോൻ നമ്മളെ കാക്കുമാറാകട്ടെ. എടോ, നിസ്കരിക്കാൻ മടിയാടോ നമുക്ക്? ഇന്നത്തെ ദിവസം 5 വക്കത്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച എത്ര പേര് കാണും? സ്വന്തം ഒന്ന് ചിന്തിച്ച്, നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കും, നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ? നമുക്ക് നിസ്കരിക്കാൻ മടിയാ, നമുക്ക് നിസ്കരിക്കാൻ. അങ്ങനെ ഇന്ന് മനുഷ്യന്മാരുടെ അവസ്ഥ അങ്ങനെയായിപ്പോയി. പ്രായമുള്ളവർ പോലും നിസ്കരിക്കാത്ത കാലം. ചെറുപ്പക്കാര് നിസ്കാരം എന്ന് പറയണതേ ഇല്ലല്ലോ. അവനിങ്ങനെ നടക്ക, നിസ്കാരമില്ല, ഒരു പള്ളി, അത് എന്തോ അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. അള്ളാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസ്കരിക്കുന്നവൻ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താണെങ്കിലും അറിയും നിനക്ക്. എടോ, നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പള്ളിയിൽ തന്നെ താമസിച്ചേനെ നിങ്ങൾ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾക്ക് മടുക്കണ്ട, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് വയറ് നിറഞ്ഞെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഇരുത്തം കണ്ടിട്ട് നിങ്ങൾക്കെല്ലാം വയറ് നിറഞ്ഞു, മതിയായി ഉസ്താദ് നിർത്ത്, ഇപ്പൊ തന്നെ അറ്റാക്ക് വന്ന് മരിച്ചു. അങ്ങനെ പേടിയുണ്ട് നിങ്ങൾക്ക്? എടാ, തെറ്റ് ചെയ്തവനല്ലേ പേടിക്കേണ്ടത്?
തെറ്റ് ചെയ്തവനല്ലേ, കള്ളനല്ലേ, ഉള്ളത് പറയുമ്പോൾ കള്ളന് തുള്ളരുള്ളത് പറയുന്ന പോലെ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? തൗബ ചെയ്ത് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിസ്കരിക്കുന്നവൻ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? നീ വിചാരിച്ച ഈ വാപ്പമാര് വെറുതെ പോണേന്ന്? ഈ ഉപ്പമാര് രോഗം പിടിച്ച് കിടന്നിട്ട് പോലും വെച്ച് പള്ളിയിൽ പോണത് വെറുതെ ആണെന്ന് തോന്നിയോ? നിനക്ക് എന്താ ദുനിയാവി വേണ്ടേ? നീ എന്തിനാ ജീവിക്കുന്നേ? ഈ സദസ്സിൽ നിൽക്കുന്ന ഉപ്പാനോട് ചോദിക്കട്ടെ, നീ എന്തിനാ ജോലിക്ക് പോകുന്നേ? നീ എന്തിനാ കഷ്ടപ്പെടുന്നേ? നിന്റെ മക്കൾക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാനല്ലേ, ഭക്ഷണം കൊടുക്കാനല്ലേ രാപ്പകലുകൾ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നു, കടയിൽ പോയി രാവും പകലും കിടന്നിട്ട് നീ കഷ്ടപ്പെടുക എന്തിന്? പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും നിനക്കും തിന്നാൻ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങൾക്ക് ഭക്ഷണം വേണോ? അതിനല്ലേ ജീവിക്കുന്നേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? നമ്മളൊക്കെ ജോലി ചെയ്യുന്നത് ഭക്ഷണത്തിനല്ലേ? നമ്മുടെ മക്കൾക്കും ഭാര്യയ്ക്കും തിന്നാൻ കൊടുക്കാനല്ലേ? എങ്കിൽ അള്ളാഹ് പറയുകയാ, ഞാൻ തരാൻ നിനക്ക് ഭക്ഷണം. നിനക്ക് തിന്നാൻ ഭക്ഷണമല്ലേ വേണ്ടത്? നിനക്ക് മരിക്കുന്ന കാലം വരെ തിന്നാൻ ഞാൻ തരാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു കൊല്ലമല്ല, നീ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും തിന്നാനുള്ള ഹലാലായ ഭക്ഷണം ഞാൻ തരും, മരിക്കുന്ന അന്ന് വരെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഭക്ഷണം വേണോ? മരിക്കുന്ന കാലം വരെ ഭക്ഷണം വേണോന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്കേ. മരിക്കുന്ന കാലം വരെ. ചിലര് കൈപൊക്കിയിട്ടില്ല, ഉസ്താദെ ഞാൻ പിരിവെടുത്ത് ജീവിച്ചോളാം, അത് നിന്റെ ഇഷ്ടം. ഉസ്താദെ വെള്ളിയാഴ്ച ഞാൻ പൊക്കോളാം, വീടുകൾ കയറി ഇറങ്ങി താന്ന് പറഞ്ഞ് എരന്ന് ജീവിക്കാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ ഞാൻ തടസ്സമില്ല. അങ്ങനെ ആയിക്കോ. വേണ്ടവര് കൈപൊക്കടോ. മരിക്കുന്ന കാലം വരെ ഹലാല് തിന്നണോ? പലിശ വരൂല, ഹറാമ് വരൂല. മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും 3 അല്ല 5 നേരം അള്ളാഹ് തിന്നാൻ തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അരക്കൈ പൊക്കിയവന് പകുതി മദീനാ തോന്നുന്നത്. ചിലര് അരക്കൈയിൽ ഒതുക്കി കഷം മൂളി കാണുന്നുണ്ടോ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ.